കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ മർത്യനെ മുടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നാൽ ചെയ്യുന്നു. നീ അവരെ ഒഴിഞ്ഞുകളയുന്നു. അവർ ഉറക്ക പോലെയല്ലേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങളുടെ നിലനിൽപ്പ് പോലെ കഴിയുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുത്താൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവരാകും. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സമാധാനമോടെ. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങളിലും ഞങ്ങൾ അനന്തം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഒരുമിച്ച് വായിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിവിനായി വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന്റെ പ്രസാദം ഞങ്ങൾ ചെയ്യാതെ തിരുമുമ്പാകെ ചെയ്ത അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും ബാധ്യവും ചെയ്തിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ പണിയിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം നിരത്തി നിൽക്കുകയോ ഞങ്ങളുടെ ദുഷ്ടം കാണുന്ന നീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുപാടും നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, അവിടുത്തെ കൃപയാലും കരുണയാലും ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വഴി നടത്തി എല്ലാ പ്രതികൂലങ്ങളിലൊക്കെയും ഞങ്ങളെ കാവലായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധനായ ദൈവമേ, ഈ മനോഹരമായ ആരാധനയിൽ ഞങ്ങൾക്ക് പങ്കുചേരുവാൻ ദൈവം നൽകിയല്ലോ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ പകർന്ന് ഞങ്ങളെ ബലപ്പെടുത്തുവാനും അവിടുത്തെ കൃപയിൽ ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും കൃപ ചെയ്തതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ മൈക്രോഫോണിന്റെ പരിധിയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ രാത്രിയിൽ ബലപ്പെടുത്തി സത്യത്തിന്റെ ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് മഹിമയുള്ള അനുഭവങ്ങൾ കണ്ട് ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. ഒരു വർഷത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ കഥാവെ അവിടുത്തെ സ്നേഹവും
കരുതലും ഞങ്ങളുടെ മേൽ പകർന്നു. ഞങ്ങളുടെ ബലഹീനരും രോഗികളും കർത്താവേ പാപികളുമായി ഈ ഭൂമിയിൽ ജീവിച്ചു. ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഏറ്റവും ദിവ്യമായ സാന്നിധ്യമാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ആരാധനയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കണമേ. അവർക്ക് ശരീരസുഖവും ബലവും ആരോഗ്യവും നൽകി അവരെ കാത്തു സൂക്ഷിക്കണമേ. കുടുംബനാഥന്മാർക്ക് വേണ്ടി, കർത്താവിന്റെ കുടുംബത്തിലെ മാതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ചെറുകുട്ടികൾക്ക് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ബന്ധുമിത്രാദികളെയും അനുഗ്രഹിച്ചു കാക്കണമേ. പരിശുദ്ധ നീതിമാനായ ദൈവമേ, സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടെ എതിരേൽക്കുവാനും അവിടുത്തെ മഹത്വരാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഈ സമയം പുതിയ പുസ്തകം 102-ാമത്തെ പാട്ട്, പഴയ പുസ്തകത്തിൽ 95-ാമത്തെ പാട്ട് പാടി നമ്മുടെ ദൈവത്തെ മോഹപ്പെടുത്താം. പുതിയ പുസ്തകം 102-ാമത്തെ പാട്ടും പഴയ പുസ്തകം 95-ാമത്തെ പാട്ടും. Stop and
ഞങ്ങളുടെ
വരെയുള്ള വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യം. ഇവിടെ വായിച്ചത് നമുക്ക് എഴുന്നേറ്റ് ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ അരകട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് വിളിക്കുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി
വീട്ടുകാരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട്ടിൽ വരാൻ സമ്മതിക്കുകയില്ല എന്നറിയുന്നു. നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുകയും. നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുകയും. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു പോകുന്നു. വിശ്വാസമാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും ദൃശ്യമായവയും അദൃശ്യമായവയും സൃഷ്ടിച്ചതായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ പുത്രനായി ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങളുണ്ട് തന്റെ പാപം ജയിച്ചവൻ Oh
യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരക്കെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയാം. അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുറക്കാൻ സമ്മതിക്കുകയില്ല എന്നാൽ നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. ഒരു നിമിഷം കൊണ്ട് കളികളെ പ്രാർത്ഥിക്കണം. സർവശക്തനായ നല്ല ദൈവമേ, പ്രിയ കർത്താവേ, അനുഗ്രഹമേറിയ ഒരു നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു വർഷത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നടത്തിയതുകൊണ്ട്, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തിയതുകൊണ്ട്, അനുഗ്രഹിച്ചതുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം മാത്രമല്ല, ജീവിതത്തിന്റെ ആരംഭം മുതൽ ഇന്നേവരെയും കാത്തു പരിപാലിച്ച ദൈവമാണ്. ആ ദൈവത്തെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുവാൻ, ഒരു വർഷം വിട്ടുപോകുമ്പോൾ അവിടുത്തെ അനുഗ്രഹങ്ങളും നന്മകളും ഓർക്കുവാനും, ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് നന്മയായി തീരുമ്പോൾ അത് സ്വീകരിക്കുവാനും ദൈവം കൃപ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ തന്നെ ശോധന ചെയ്ത് പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തിപ്പെട്ട് ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ഇത് ഒരു പ്രധാനപ്പെട്ട സമയമായി തീരുവാൻ ദൈവം സഹായിക്കും. അവിടുത്തെ കൃപയിൽ, അവിടുത്തെ സാന്നിധ്യത്തിൽ നീ വഴികാട്ടാം. രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനാൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും എന്നാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഏതെല്ലാം സമയങ്ങളിലാണ് മനുഷ്യന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ ഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഏത് സമയത്തും ഒരുങ്ങിയിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിലയാത്ത നാളുകൾ വരുമ്പോൾ അവിടെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയാതെ വരും എന്നുള്ള ചിന്തയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലൊരു തൊണ്ണൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ യോസഫ് എന്ന് പറയുന്ന ഒരു പിതാവ് തനിക്ക് നല്ലൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന വിളക്കുമരം, അതായത് ലൈറ്റ് ഹൗസ്. പണ്ട് കാലഘട്ടത്തിൽ ആ പിതാവ് അത് ഓരോ ദിവസം അതിന്റെ മുകളിൽ പോയി കത്തിച്ചു വെക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇലക്ട്രിക്കൽ വർക്കിൽ അങ്ങനെ കത്തിക്കുന്ന ഒരു കറങ്ങുന്ന സാഹചര്യമുള്ള ലൈറ്റുകളൊക്കെയാണ് വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ വളരെ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഈ പിതാവ് ആ ലൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു.
ബോട്ടുകളും കപ്പലുകളും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടങ്ങൾ പലത് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വളരെ തീക്ഷ്ണതയോടെ അധ്വാനിച്ചു, കണ്ണിമ വയ്ക്കാതെ കാത്തിരുന്നു ഈ വിളക്ക് അണയാതിരിക്കുവാനായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഈ ലൈറ്റ് ഹൗസിലെ ഈ ലൈറ്റ് എത്തിക്കുന്നതിന് വേണ്ടി ഒരു നല്ല ഒരു ജോലി, ഉത്തരവാദിത്വമുള്ള ഒരു മനുഷ്യനായി അവിടെ ജീവിച്ചു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ശാരീരികമായ ചില പ്രയാസങ്ങൾ അദ്ദേഹത്തിന് കടന്നു വന്നു. നല്ല കാറ്റും മഴയും തണുപ്പുമുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിന് ശാരീരികമായുള്ള പനി പിടിച്ച് ഈ ജോലി ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ തന്റെ യുവക്കാരനായിരിക്കുന്ന മകനാണ് വിട്ടോ എന്ന് പറയുന്ന പ്രിയ മകനെ ഈ ഒരു ദിവസം ഈ ദൗത്യം ലഭിക്കുക. അപ്പോ അപ്പന്റെ ജോലി എന്താണ് എന്ന് ഈ മകൻ ശരിക്കും ആ ജീവിതത്തെ കുറിച്ച് അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു ദിവസം അവൻ പറഞ്ഞു, മകനെ, ഞാൻ ചെയ്യുന്ന ജോലി ഇന്ന് പോയി നീ ചെയ്യണം. കാരണം ആ വിളക്ക് അണയാതെ നീ സൂക്ഷിക്കണം എന്നതാണ്. ഈ മകൻ പോയി അവിടെ ചെന്നു ഈ ലൈറ്റ് ഹൗസ് ലൈറ്റ് തെളിയിച്ചു. കുറെ സമയം കാത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഇവൻ ഇടം വാങ്ങി. അതിനാൽ രാത്രിയിൽ ഒത്തിരി കൊടുങ്കാറ്റടിച്ചു, മഴയുണ്ടായി, ഈ ലൈറ്റ് അണഞ്ഞുപോയി. അന്ന് രാത്രിയിൽ വന്ന എല്ലാ ബോട്ടുകളും തമ്മിലിടിച്ച് അപകടങ്ങൾ സംഭവിച്ചു, അനേകം മരിച്ചു. ഇവനൊന്നും അറിയുന്നില്ല, വിശദമായിട്ട് ഉറങ്ങുകയില്ല. പിറ്റേന്ന് രാവിലെ വരുമ്പോൾ അനേകരുടെ കണ്ണുനീരും നിലവിളിയുമായി ആ ദേശം തുടരുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അവരെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം അവർ മറന്നുപോയി, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി. അപ്പോ അവന് വളരെ സങ്കടമുണ്ടാകും. പ്രിയമാനവർക്ക് സങ്കടമുണ്ടാകും. അവൻ ചിന്തിച്ചു, ഞാൻ കാരണമാണ് അനേക വ്യക്തികൾ മരിച്ചത്. എന്റെ ഉറക്കമാണ്. ഞാൻ ഈ വിളക്ക് തെളിയിച്ചിരുന്നുവെങ്കിൽ ദിശ നോക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്ന വരുന്ന മത്സ്യബന്ധന ബോട്ടുകളും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെയും അതിന് കരക്കടിപ്പിക്കുവാൻ ലക്ഷ്യം വരുത്താതെ യഥാർത്ഥമായി എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവന്റെ നിലനിൽപ്പും വേദനയും ദുഃഖവും വളരെ ദിവസം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അപ്പൻ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റില്ല, അല്ലെ? അപ്പൻ ചെയ്യുന്ന ജോലി എത്രമാത്രം ഉത്തരവാദിത്വമാണ് എന്ന് മക്കൾക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു സമയം അപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി തന്റെ മകനെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അപകടം വലുതാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ബൈബിൾ പറയുന്നത്, നിനയാത്ത നാളിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയും. ഏത് സമയത്താണ് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നത്? ഏത് രാത്രിയിലാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നിരവധിയുടെ അനുഭവങ്ങൾ വരുന്നത്, കണ്ണീരിന്റെ അനുഭവങ്ങൾ വരുന്നത്, നിരാശയുടെ അനുഭവങ്ങൾ വരുന്നത് എന്ന് ആർക്കും പറയുവാനായിട്ട് കഴിയില്ല. എന്നെ നിങ്ങളെ സ്നേഹിച്ച്, എന്നെ നിങ്ങളെ പരിപാലിച്ച് വഴി നടത്തുന്ന ഒരു രക്ഷകനുണ്ട്. ആ രക്ഷകന്റെ സ്നേഹവും കരുതലും ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എത്രയോ നാളുകൾക്ക് മുമ്പ് പൂർവ്വ പിതാക്കന്മാർ അവർ കണ്ണിലെണ്ണ ഒഴിച്ചതുപോലെ കാത്തിരുന്നു വിളക്ക് അടഞ്ഞു പോകാതെ സൂക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് തലമുറകളായി ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ ഭാഗ്യമായ ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു ഒരുക്കമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രതിസന്ധികളുടെ നടുവിൽ അതിജീവിക്കുവാൻ കഴിയണം എന്നുള്ളതാണ്. പക്ഷേ ഒരു വർഷത്തിന്റെ ആരംഭം മുതൽ
രാത്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ ഒരു വർഷത്തിന്റെ കാലഘട്ടം മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് 25, 50, 30, 60, 70, 90 വർഷങ്ങൾ നമ്മുടെ വീട്ടിൽ കടന്നു പോയിട്ട് തിരിച്ചൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞകാല ജീവിത അനുഭവത്തെ നമുക്ക് ശ്രദ്ധിക്കപ്പെടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ നിരയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയില്ല എന്നാണ്. നമുക്കറിയാം, ഇന്ന് വായിച്ച സങ്കീർത്തനം 90-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് സമയത്തിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? 90-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം പറയുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ ഞങ്ങളെ ഉപദേശിക്കണമെന്ന് എന്നാണ്. അപ്പൊ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാക്യമാണ്. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ ഞങ്ങളെ ഉപദേശിക്കണം. അപ്പൊ ഓരോ ദിവസമുള്ള നാളുകളെ ഉപദേശിക്കുക, ആ ഉപദേശം ശ്രദ്ധിക്കപ്പെടുവാൻ നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വേദഭാഗം വളരെ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ പറഞ്ഞിട്ടുള്ളത് 10-ാമത്തെ വാക്യം പറയുന്നത്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം, അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ മോശ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുമ്പോൾ മനുഷ്യനെ കുറിച്ച്, അവന്റെ സമയവും കാലങ്ങളെ കുറിച്ച് വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് അതിന്റെ ആരംഭവാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. അപ്പൊ ദൈവികമായ അനുഭവമുള്ള സങ്കേതമായിരിക്കുന്ന, കോട്ടയായിരിക്കുന്ന ആ സ്ഥാനത്ത് നമുക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലെ ദിവസങ്ങൾ ഒരു കുറച്ച് സമയം പോലെയാണ് എന്ന് 4-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രമായിരിക്കുന്നു എന്നാണ്. അപ്പൊ ഏറ്റവും അടുത്തിരിക്കുന്ന സമയം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ ഓർമ്മപ്പെടുന്നത്, നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരുക്കങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും ഈ ലോക ജീവിതവും എല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് മനുഷ്യൻ മറന്നു പോകുവാനായിട്ട് പാടില്ല. മനുഷ്യനോട് പറയുന്നത്, കർത്താവിനെ നിങ്ങൾ എതിരേൽക്കുവാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. ഒരു പുതിയ വർഷം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പഴയ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാശം ഉള്ളതല്ല, നന്മകൾ ഒരുപാട് തന്നിട്ടുണ്ട്. പക്ഷെ അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഒരു സമയമാണ് എന്ന് ബൈബിൾ പറയുന്നു. കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളണം. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഒരുക്കം ഒരു ദൈവ പൈതൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം പറയാൻ ഒരുക്കം ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ്. അപ്പൊ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ച് നന്നായിട്ട് അനുഭവത്തിലിരിക്കാൻ പറയുന്നത്. ബൈബിളിൽ ഉദാഹരണമായി പറയുന്ന ഒരു കാര്യമുണ്ട്. 10 കന്യകമാർ കർത്താവിന്റെ വരവിന് വേണ്ടി മണവാളൻ നാൾക്കുള്ളിൽ ഉണ്ടായപ്പോൾ അവർ കാത്തിരിക്കുകയും
എങ്ങനെയാണ് കാത്തിരുന്നത്? അവർ 5 പേര് എണ്ണയുള്ളവരായിരുന്നു, 5 പേരുടെ എണ്ണയില്ല. 6 മണി ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരനുഭവമാണ്. 5 പേരുടെ കയ്യിൽ മാത്രമേ എണ്ണ ഉണ്ടായിരുന്നു. എല്ലാവരും ചിന്തിച്ചു, ഞാൻ ഈ അവിടെ ചെല്ലുമ്പോൾ 5 പേരുടെ എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിൽ നിന്ന് കുറച്ച് എനിക്ക് വാങ്ങാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഒരു കരുതേണ്ട ആവശ്യമില്ല, എനിക്കെല്ലാം അവിടെ ചെല്ലാൻ കിട്ടും എന്നുള്ള ചിന്തയിൽ ഈ 5 സ്ത്രീകൾ ഉണ്ടായിരിക്കും. അവർ ഇരിക്കുക. പക്ഷെ 5 പേര് അങ്ങനെയല്ല. 5 പേര് ശരിക്കും എണ്ണയുള്ളവരായി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിനുള്ള നന്മ അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന ആ എണ്ണയുടെ അംശത്തെ ഉൾക്കൊള്ളുവാൻ, വിശ്വാസ ജീവിതത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ അവർക്ക് സാധിച്ചതുകൊണ്ട് മണവാളന്റെ ശബ്ദം ആർക്കുവേണ്ടി കേൾക്കുവാൻ ഇടയില്ല. എന്നാൽ മറ്റൊരു 5 പേരെ എണ്ണയ്ക്ക് വേണ്ടി അന്വേഷിക്കണം. എന്നാൽ അവരെ ചേർത്തില്ല. ഈ എണ്ണ ഉണ്ടായിരുന്ന 5 പേരെ ദൈവം ആ മണവാട്ടികളെ ദൈവം സ്വീകരിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് കർത്താവിനെ എതിരേൽപ്പാൻ നമ്മൾ ഒരുങ്ങണം എന്നതാണ്. 2025 എന്ന വർഷം അവസാനിക്കുന്ന ഈ നിമിഷത്തിൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ 2025 എന്ന വർഷം അവസാനിക്കുകയാണ്. 2000 വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. കമ്പ്യൂട്ടറിന്റെ അനുഭവങ്ങൾ നിലച്ചു പോകും. പ്രവർത്തനരഹിതമാകുന്ന പല ഉപകരണങ്ങൾ ഉണ്ടാകും. എന്നിൽ നിന്ന് പറഞ്ഞു ലോകത്തിന് മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്നവരുണ്ട്. ശരണായിരുന്ന ദിവസത്തേക്ക് വേണ്ടി കാത്തിരുന്നവരും അവരുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചു വസ്തുക്കളുടെ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ കാത്തിരുന്നു. 2000 വർഷം കഴിയുമ്പോൾ ഭൂമിക്ക് മാറ്റം സംഭവിക്കും. അതിനുശേഷം വീണ്ടും 25 വർഷം കൂടെ കടന്നുപോയി. ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ബൈബിൾ പറയുന്നു, ഇനി താമസം ഇനി കൂടുതലായിട്ട് വരികയില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇനി സംഭവിക്കുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്നെയാത്മാവിൽ കർത്താവിന്റെ വരവ് ഉണ്ടാകും എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ബൈബിൾ പറയുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം, ഉറ്റിരിക്കണം, അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കണം, സ്തോത്രത്തോടുകൂടെ ആയിരിക്കണം. ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ സ്ഥലം. ഞാൻ പറഞ്ഞത് നമ്മളെ കഴിഞ്ഞ നാളുകളിൽ നാം ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു സ്ഥലമാണ്. എന്തിനു വേണ്ടിയാണ് നന്ദി പറയേണ്ടത്? ഇതേ സമയം വരെയും നമുക്ക് എത്തുവാൻ കഴിയും. ഇതുവരെയും ദൈവം നാം ഒരുപാട് പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ കഷ്ടതകളോ കണ്ണുനീരിന്റെ അനുഭവങ്ങളോ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയാണ് സർവശക്തനായ ദൈവം കരുണയോടെ നമ്മളെ കാത്തതിന് നമുക്ക് നന്ദി പറയാനായിട്ട് കഴിയണം. അതുകൊണ്ട് ഈ അനുഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കണം. നമുക്ക് എത്രമാത്രം ദൈവമായിട്ടുള്ള ആ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വരാനായിട്ട് കഴിയും. നമുക്കറിയാം, സംഘടനകളുടെ വാർഷികമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, 4 ആളുകൾ കൂടെ ചേർന്ന് ഒരു കിടാരോഗ്യമായ മനുഷ്യനെ എടുത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ സംഘടനകൾ വളരെ ഭംഗിയായി അവരുടെ താല്പര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഭംഗിയാക്കലുകളും ഒരുപക്ഷെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നത്. ഞാൻ ചിന്തിച്ചു, മനുഷ്യൻ അവസരമായി ക്ഷീണനായി വേദനിച്ച് അനങ്ങാൻ കഴിയാതെ കിടക്കയിൽ കഴിയുമ്പോൾ അവനെ 4 ആളുകൾ ചുമന്നു കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. യേശു എവിടെയുണ്ടോ അവിടേക്ക് ആ വ്യക്തിയെ ചുമന്നു കൊണ്ടുവരാൻ അവർക്ക് 4 പേർക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് സഭയ്ക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം, അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഓരോ ആകത്തുള്ള പ്രവർത്തനം അധ്വാനിച്ച് അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ഒരു വർഷത്തെ പ്രവർത്തന മേഖലകൾ, ഒരുപക്ഷെ അവശ്യമായ അനുഭവങ്ങൾ, പച്ചയായ അനുഭവത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ അതിന് കാണാൻ കഴിയില്ല. അവിടെയാണ് ഇവിടെ
യേശുള്ള ഭവനത്തിൽ ആ ശ്രുതി കേട്ടപ്പോൾ അവിടെ ഇറക്കിക്കുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ അവന്റെ മറുപടി കിടക്കെടുത്ത് നടക്കുക. അവന്റെ ജീവിതത്തിന് മാറ്റം സംഭവിക്കുന്നത്, നമ്മുടെ സഭയ്ക്ക് മാറ്റം സംഭവിക്കുന്നത് അധ്വാനം ഈ സംഘടനകളുടെ പ്രവർത്തനമാണ്. അതിനുവേണ്ടി ഒരുക്കമുണ്ടായിരിക്കണം. കഴിഞ്ഞ നാളുകൾ ഒരു വർഷക്കാലം അധ്വാനിച്ചതിന്റെ നല്ല ഫലങ്ങൾ ചിലപ്പോൾ നമ്മൾ നിർവിചാര അനുഭവത്തോടെ ആയിരിക്കാം, നല്ല ചിന്തയോടെ ആയിരിക്കാം, എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ദൈവം നമ്മളെ സാധിപ്പിച്ചത് നമ്മൾ ചെയ്തു. ഇനി അടുത്ത ദിവസം അടുത്ത കുട്ടിയുടെ ഭാഗം എനിക്ക് നിങ്ങൾക്ക് തരുന്നത് ഒരു 2026 എന്ന വർഷത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് അവിടെ ദൈവവചനം പറയുന്നത് ക്രിസ്തുവിന്റെ കരുണയ്ക്കായി നമ്മൾ കാത്തിരിക്കണം. ക്രിസ്തുവിന്റെ കരുണയ്ക്ക് നാം കാത്തിരിക്കണം. കാണാത്തതിനായി പ്രത്യാശയോടെ കാത്തിരിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ കാണാത്തതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരനുഭവം, രക്ഷിതാവായ യേശു ക്രിസ്തു വരും എന്നുള്ള ഒരു നല്ല മനസ്സോടെ ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ഒരനുഭവം, ദൈവ ദിവസത്തിന്റെ വരവ് അത് കാത്തിരുന്നുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ പ്രേരണ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി അത് കാത്തുകൊള്ളു. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാനുള്ള ആഗ്രഹമായ ഒരനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു പ്രത്യാശയുള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമായി തീരണം. തന്നെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് കാത്തിരിക്കണം. തന്നെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് കാത്തിരിക്കണം. ഞാൻ പറഞ്ഞു, ഈ നിലയാത്രനാളിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുന്നത് ഒന്ന് കർത്താവിനെ എതിരേൽക്കാനുള്ള ഒരുക്കമായിരിക്കും, രണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കമായിരിക്കണം, മൂന്ന് തന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളണം, വിശ്വാസത്താൽ നീതി ലഭിക്കണം എന്നുള്ള കാത്തിരിക്കണം. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നല്ലൊരു നീതി ഉണ്ടാകണം എന്നുള്ള കാത്തിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ക്രിസ്തു എനിക്ക് ജീവിതമാണ്. അല്ലെ, പൗലോസ് പറയുന്നത് എനിക്ക് ഈ ക്രിസ്തു എനിക്ക് ജീവിതമാണ്. അപ്പൊ നമുക്കൊരു പുതിയ തീരുമാനം ഉണ്ടാകേണ്ടത്. പൗലോസ് പറയുമ്പോൾ ഒരിക്കലും ഒത്തിരി നന്മകൾ അനുഭവിച്ചു, പക്ഷേ അടുത്ത നിമിഷം ഈ പൗലോസിന്റെ ചിന്ത അല്ലെങ്കിൽ അഭിലാഷം എന്ന് പറയുന്നത് എനിക്ക് ക്രിസ്തു എനിക്ക് ജീവിതമാണ്. അപ്പൊ ക്രിസ്തു എനിക്ക് ജീവിതമാണെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ മേലായി തീരണം, ക്രിസ്തുവിനായി ഒരുക്കമുള്ളതായി തീരണം. അതാണ് ഈ സുവിശേഷത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് പറയുന്നത് ഈ ക്രിസ്തുവിനെ എനിക്ക് പിന്തുടരുവാനായിട്ട് കഴിയണം. പൗലോസ് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹിക്കപ്പെട്ടതായ വാക്കുകളാണ് എനിക്ക് ക്രിസ്തു എനിക്ക് ജീവിതമാണ്, എനിക്ക് ക്രിസ്തുവിനെ പിന്തുടരണം. എങ്ങനെയെങ്കിലും പിന്തുടരുകയല്ല, പൂർവ്വപിതാക്കന്മാർ ശരിയായ രീതിയിൽ ആരാധിച്ചതിന്റെ നന്മകളെ കണ്ടുകൊണ്ട് അവന്റെ പിന്നാലെ പിന്തുടരുവാനായിട്ട് കഴിയണം. ഇവിടെ പറയുന്നത് ക്രിസ്തുവിനെ പോലെ എനിക്ക് ആകണം, എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണം. എന്നെ ചേർത്തടിക്കണമെങ്കിൽ എന്റെ പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തുവിലൂടെ എനിക്ക് കഴിയുമെങ്കിൽ എന്റെ ശരീരത്തെ യേശു ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് അവന്റെ കൈകളിൽ തളയ്ക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ അനുഭവം ഉണ്ടാകണം. കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതാനുഭവത്തിൽ എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണം എന്നുള്ളത്. പിന്നീട് പറയുന്നത് ക്രിസ്തുവിനെ എനിക്ക് നേടണം. അപ്പൊ നമുക്ക് നേടാൻ കഴിയുമ്പോൾ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന പറയുമ്പോൾ ഈ ക്രിസ്തുവിനെ എനിക്ക് നേടാൻ കഴിയുമ്പോൾ നമ്മളെ പൂർവ്വ കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിനെ എനിക്ക് നേടാൻ
പ്രവേശിക്കാനുള്ള ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ചിന്ത എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് ക്രിസ്തു എന്റെ ജീവിതത്തിൽ മഹിമപ്പെടണം എന്നാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു എന്റെ ജീവിതത്തിൽ മഹിമയുണ്ടാകണം. ശമിക്കുന്ന അനുഭവമല്ല, ശാപമുള്ള അനുഭവമല്ല, ഒരു നല്ല മഹിമയുള്ള ഒരു ജീവിതം എനിക്കുണ്ടാകണം. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്നെങ്കിൽ തീർച്ചയായും ഒരു മഹിമയുണ്ടാകണം. അത് മാത്രമല്ല, ആ ക്രിസ്തുവിനോട് കൂടെ എനിക്ക് ഇരിക്കണം എന്നാണ്. അപ്പൊ ഈ ഭൂമിയിൽ മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് ഇരിക്കുവാനായിട്ട് കഴിയണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ വലിയ ശ്രേഷ്ഠത. അതിനേക്കാൾ വലിയ എനിക്ക് ഈ ക്രിസ്തുവിനെ അറിയണം. നമുക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ജീവിതത്തിൽ ഈ ദൈവത്തെ എനിക്ക് അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിലുള്ള നന്മ അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നു. പൗലോസ് പറഞ്ഞ അവകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ജീവിതമാകുവാൻ, ജീവിതത്തെ ക്രിസ്തുവിനെ പിന്തുടരാൻ, യേശുവിനെ പോലെയാകാൻ, യേശുവിനെ നേടാൻ, യേശുവിനെ മഹിമപ്പെടാൻ, യേശുവിനെ കൂടെ ഇരിക്കാൻ, യേശുവിനെ അറിയുവാനും ഭാഗ്യം നൽകിയെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എന്റെ നിങ്ങളുടെ പ്രാർത്ഥനകൾ, എന്റെ നിങ്ങളുടെ ആരാധനകൾ ഒരുങ്ങിയിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വേദഭാഗങ്ങൾ കാണുന്നത്. നമുക്കങ്ങനെ വിശ്വാസ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ, പഴയ വർഷം നമുക്ക് കഷ്ടതകളോ പ്രയാസങ്ങളോ വേദനകളോ ഉണ്ടായിരിക്കും, അതിനേക്കാൾ ഉപരി ഒരു നന്മയിലേക്ക് വരാൻ ദൈവം നമ്മളെ ക്ഷണിക്കുക. ഈ രാത്രിയിൽ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തട്ടെ. കേൾപ്പിച്ച വചനത്തിലൂടെ ദൈവവചനം പറയുന്നത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായി തീരണം. നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. ഈ നാളുകളെ നിങ്ങൾ എണ്ണണം. എന്താണ് നാളുകളെ എണ്ണുന്നത്? ബാല്യം മുതൽ ഞാൻ ഉപദേശിക്കുന്ന സമയം മുതൽ വഴികൾ ഉപദേശിക്കുന്ന സമയം, അത് പഠിക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കാനുമുള്ള നല്ല നല്ല ദൈവവചനങ്ങളെ പഠിച്ച് ദൈവത്തിന് വേണ്ടി നാളുകളെ വേണ്ടി ജീവിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം അല്ല, നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയും സർവശക്തനായ ദൈവം നമ്മളെ വഴി നടത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ ചെറിയ പോലെ ആ ബിട്ടോ എന്ന് പറയുന്ന ആ മകന്റെ ജീവിതത്തിൽ ഉറക്കം കൊണ്ട് നാശം സംഭവിച്ചതുപോലെ ഒരുങ്ങിയിരിക്കുന്നതിന് പകരം ഉറങ്ങിയിരുന്ന സംഭവിക്കാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്, നിരാശയെക്കുറിച്ച്, കണ്ണുനീരിന്റെ അനുഭവങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. അത് നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തെ വരവേൽക്കുക. ഈ നാളുകളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിന്റെ പുതുമ ഉണ്ടാകുവാൻ ഈ നാളുകളിൽ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകലബുദ്ധിയെയും കവിയുന്ന ദൈവമാണ് നിങ്ങളുടെ ഹൃദയങ്ങളെയും ക്രിസ്തേശുവിന്റെ കാരണമാകട്ടെ. ആമേൻ. ആമേൻ. ഈ സമയം സ്നേഹവാദികൾ ഒരുമിച്ച് ഏറ്റുചൊല്ലുക. Yeah.
അങ്ങനെ ദൈവമായ കാരുണ്യത്താൽ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ചെയ്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പറയുന്നത് നിങ്ങൾ ജീവിക്കുക. കർത്താവിന്റെ വരവ് ഏത് നിമിഷവുമാകാം എന്നുള്ളത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമായ കർത്താവേ, അവിടുത്തെ വിശേഷതയുടെ മക്കളായി ഈ ഭൂമിയിൽ ശോഭിക്കപ്പെടുവാൻ അവിടുത്തെ അനുഭവിക്കുവാൻ ദൈവം തീർച്ചയായും ഈ ആരാധനയിൽ ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ഒരു പുതിയ ക്രിസ്തീയ ജീവിതത്തിന്റെ തേജസ്സിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞാൻ ദൈവത്തിന്റെ വഴിയായി ഈ ഭൂമിയിൽ ജീവിക്കുക. എനിക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. എന്റെ പൂർവ്വപിതാക്കന്മാർ ഭക്തിയോടെ ആരാധിച്ച് മണ്ണിറങ്ങി കടന്നുപോയ ഈ സാഹചര്യത്തിൽ എനിക്ക് ചില നിയമങ്ങൾ, എനിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് പൂർത്തീകരിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവമാത്മാവെ നീ സഹായിക്കണമേ. അവിടുത്തെ വലിയ നന്മകളും അനുഗ്രഹങ്ങളും അവിടുത്തെ കൃപകളും നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത മനസ്സിലാക്കി ഞങ്ങൾ ഭക്തിയോടെ പ്രാർത്ഥനകളാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തലമുറകളോളം ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തീർച്ചയായും അവിടുത്തെ മഹത്വം നിറഞ്ഞ രക്ഷകനാകുന്ന യേശു പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ നാം സ്തുതിയെ നൽകുകയാവേ. ആമേൻ, ആമേൻ. ഈ സമയം ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്രം Thank
അതിനുശേഷമാണ് തുറന്നുള്ള തിരുവത്താഴം അറിയുന്നത്. അതുകൊണ്ട് ആ സമയം നമ്മളിവിടുന്ന് ഒരു പാട്ട് തുടങ്ങി ഒരു മെഴുതി കത്തിച്ച് ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ആ ശുശ്രൂഷ വീണ്ടും തുടരുന്നതാണ്. അതുകൊണ്ട് 12 മണി സമയമാകുമ്പോൾ ബെല്ലടിക്കും. ആ സമയം തിരുവത്താഴം അപ്പോൾ നിർത്തുകയും തുറന്നതിന് ശേഷം കൊടുക്കുന്നതുമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാവരും സഹകരിക്കും.